സംഭവബഹുലമായിരുന്നു ഇറ്റലി അൽബേനിയ യൂറോ പോരാട്ടത്തിൻ്റെ ആദ്യ മിനിറ്റുകൾ. നിലവിലെ യൂറോ ചാമ്പ്യന്മാരെ ഞെട്ടിച്ച് കളിയുടെ 1-ാം മിനിറ്റിൽ തന്നെ അൽബേനിയ ലീഡെടുത്തു. പന്ത് ഉരുണ്ട് 22-ാം സെക്കൻഡിൽ അസൂറികളുടെ വല കുലുങ്ങി. യൂറോ കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള ഗോൾ സ്കോർ ചെയ്ത് ഏവരെ ഞെട്ടിച്ച് അൽബേനിയൻ താരം നദീം ബജ്റാമി. ഇറ്റാലിയൻ ഡിഫൻഡർ ഡിമാർക്കോയുടെ അലക്ഷ്യമായ ത്രോ മുതലാക്കിയായിരുന്നു ബജ്റാമിയുടെ ഹൈസ്പീഡ് ഗോൾ. എന്നാൽ ഓർക്കാപ്പുറത്ത് വീണ ഗോളിൽ പതറാൻ ഒരുക്കമല്ലായിരുന്നു ഇറ്റാലിയൻ യുവനിര. ഡിമാർക്കോയും പെലിഗ്രീനിയും ചേർന്ന് എടുത്ത ഷോർട്ട് കോർണർ 11-ാം മിനിറ്റിൽ ഗോളായി മാറുകയായിരുന്നു. പെലിഗ്രീനിയുടെ തകർപ്പൻ ക്രോസിൽ നിന്ന് ഡിഫൻഡർ ബസ്റ്റോണിയാണ് അസൂറികളുടെ സമനില ഗോൾ നേടിയത്. 5 മിനിറ്റിനകം ഇറ്റലി ലീഡെടുത്തു. ഡിമാർക്കോയുടെ അസിസ്റ്റിൽ നിന്ന് ഇന്റർ മിലാൻ സഹതാരം ബെരല്ല അൽബേനിയൻ ഗോൾ വല കുലുക്കി. മനോഹരമായൊരു ഫസ്റ്റ് ടച്ച് ഷോട്ടിലൂടെയായിരുന്നു ബെരല്ല അൽബേനിയൻ ഡിഫൻസിനെ മറികടന്ന് ലക്ഷ്യം കണ്ടത്. മത്സരത്തിൽ സമഗ്രാധിപത്യം പുലർത്തിയ ഇറ്റലി പിന്നെയും നിരവധി അവസരങ്ങൾ നെയ്തെങ്കിലും ഒന്നും ഗോളിൽ കലാശിച്ചില്ല. കിയേസയും സ്കമാക്കയും നടത്തിയ നീക്കങ്ങൾ ഗോളാകാതെ പ്രതിരോധിക്കാൻ അൽബേനിയൻ ഡിഫൻസിനായി. 2-ാം പകുതിയിൽ കോച്ച് സ്പലേറ്റി ഇറ്റാലിയൻ നിരയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും സ്കോർ 2-1 തുടർന്നു. നിലവിലെ യൂറോ കപ്പ് ജേതാക്കളായ ഇറ്റലിയുടെ അടുത്ത എതിരാളികൾ കരുത്തരായ സ്പെയിനാണ്. കഴിഞ്ഞ യൂറോയുടെ സെമിയിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ പെനാൽറ്റിയിലൂടെ അസൂറികൾ വിജയം സ്വന്തമാക്കുകയായിരുന്നു.